ഇന്ന് ചക്ക വേവിക്കുന്നതിൻ്റെ അടിപൊളി ഒരു റെസിപ്പിയാണ്. കണ്ടോ, നല്ല സൂപ്പർ വിളഞ്ഞ ചക്കയായത്. കണ്ടോ, നല്ല അടിപൊളി കുരുവൊക്കെ ഞാൻ മാറ്റി വെച്ചിരിക്കുക, മെഴുകുവരട്ടിയും തോരനും ഒക്കെ വെക്കാൻ. അതുകൊണ്ട് ചക്കയെല്ലാം നല്ലതായിട്ട് അടത്തിപ്പിറക്കി. ഇതിൻ്റെ ബാക്കി മടലും ചകിണിയും ഒക്കെ പകുതി ചക്ക പഴുപ്പിക്കാനും വെച്ചു. കാരണം ഇത് നല്ല സൂപ്പർ വരിക്കച്ചക്കയാണ്. കണ്ടോ, നല്ല സൂപ്പർ വരിക്കച്ചക്കയാണ്. എന്നിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോയി ഇനിയെല്ലാം ഇത് അരിഞ്ഞ് റെഡിയാക്കി വേവിക്കുന്നത് കാണിക്കുക, എങ്ങനെ ഞാൻ ചക്ക നല്ല സൂപ്പറായിട്ട് വേവിക്കുന്നതെന്ന്. അങ്ങനെ ചക്കയെല്ലാം നല്ല അടിപൊളിയായിട്ട് അരിഞ്ഞ് റെഡിയാക്കി. ഇനി ഇതിനകത്തോട്ട് ഒരു 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് വേവിക്കാം. ചെറിയ തീയായിട്ട് വേണം വേവിക്കാൻ, ഫുൾ തീയിടല്ല. ചെറിയ തീയിട്ട് വെന്ത് കഴിയുമ്പോൾ അരപ്പൊക്കെ ചേർത്ത് റെഡിയാക്കാം. ഇനി അരപ്പിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് കാണിക്കാം. അതൊക്കെ ആവശ്യമായിട്ടുള്ള അരപ്പ: ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ 3 പച്ചമുളക്, 1 കുടം വെളുത്തുള്ളി. ഇത് കുഞ്ഞ് വെളുത്തുള്ളി ആയതുകൊണ്ട് 1 കുടം എടുത്താൽ, വലിയ വെളുത്തുള്ളിയാണെങ്കിൽ 5-6 അല്ലി എടുത്താൽ മതി. പിന്നെ 1 ടീസ്പൂൺ ജീരകം, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ച് എടുക്കാം. ചതയ്ക്കുന്നതിനകത്ത് തന്നെ ഉപ്പും കൂടെ, ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ തേങ്ങയ്ക്കകത്ത് ചേർത്ത് വേണം ചതയ്ക്കാനേ. ഉപ്പിൻ്റെ ഭാഗമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ആവശ്യാനുസരണം ഉപ്പും കൂടെ ചേർത്ത് നമുക്കത് ചതച്ചുകൊണ്ട് വരാം. മിക്സിയുടെ ജാറിനകത്തിട്ടത് നല്ലതായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു 3 തവണ കറക്കിയാൽ മതി. ഈ പാകത്തിന് ചതച്ചെടുക്കണം. ചക്ക വെന്ത് റെഡിയായിട്ട് ഇരിപ്പുണ്ട്. ചക്ക നമ്മൾ വേവിക്കാൻ വെക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം തുറന്ന്. ഇപ്പം ഇത് വെന്ത് റെഡിയായി ഇരിപ്പുണ്ട്. വെള്ളം പോരാന്ന് തോന്നുവാന്നെ ഇളക്കുന്ന സമയത്ത് നമ്മൾ വെന്തൊന്ന് നോക്കുന്ന സമയത്ത് ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പം ഞാൻ വെള്ളം 2.5 ഗ്ലാസ് ഒഴിച്ചിട്ട് ശകലം കൂടെ പിന്നെ വേണമെന്ന് തോന്നി. കാരണം ചക്ക അന്നേരം ഇളക്കി നോക്കിയപ്പം വെന്തില്ല. അന്നേരം ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് അങ്ങനെ വെച്ച്, വെന്തില്ലേൽ ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ അടുപ്പേ വെച്ചാൽ മതി. ഇനിയിപ്പം അരപ്പ് ചേർത്ത് ഇളക്കാം. എന്നിട്ട് ഇളക്കിയിട്ട് കാണാവേ. വെളിച്ചെണ്ണ ഒഴിക്കണം. കറിവേപ്പിലയും കൂടെ ഉണ്ട് ചതയ്ക്കുന്നതിനകത്ത് ചേർത്താൽ നല്ല രുചിയാണ്. പക്ഷേ ഇപ്പം നമ്മളിവിടെ കറിവേപ്പില ഇല്ല, അതുകൊണ്ട് അത് ചേർത്തില്ല. ഇനി അരപ്പൊക്കെ ഇട്ട് വെളിച്ചെണ്ണയൊക്കെ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലതായിട്ട് ഇളക്കിയിട്ട് കാണിക്കാം. ചക്കയൊക്കെ വേവിച്ച് കുഴച്ച് നല്ല സൂപ്പറാക്കി എടുത്തിട്ടുണ്ട്. ചക്കയുടെ കൂടെ കഴിക്കാൻ നല്ല കടുമാങ്ങ അച്ചാർ, ചക്കയും കടുമാങ്ങയും അടിപൊളിയല്ലേ. അന്നേരം ഇതുകൂട്ട് എല്ലാവരും ഞാൻ വേവിച്ച് കൂട്ട് ചക്കയൊന്ന് വേവിച്ച് നോക്കുക, അടിപൊളിയാണ്, സൂപ്പറാണ്. അന്നേരം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അന്നേരം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.